മലയാളം ഇനി ഭരണഭാഷ. മലയാള ഭാഷാ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഇത് ഏറെക്കാലത്തെ ഒരു ആവശ്യമായിരുന്നു. ഇത് ഇപ്പോൾ ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, റിനു? മലയാളം ഇനി ഭരണഭാഷയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മലയാള ഭാഷ നിർബന്ധമാക്കുന്ന സുപ്രധാന നിർദ്ദേശങ്ങളടങ്ങിയ മലയാള ഭാഷാ ബിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിട്ടു. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ 2025 നിയമസഭയിൽ ഈ ബിൽ പാസ്സാക്കിയത്. ഇപ്പോൾ ഗവർണർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള, അതായത് കോൺഗ്രസ് സർക്കാരാണ് ആദ്യമായി ഈ മലയാള ഭാഷ നിർബന്ധമാക്കുന്ന ബിൽ കൊണ്ടുവന്നത്. പക്ഷേ അന്ന് രാഷ്ട്രപതി ഇതിൽ ഒപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. തുടർന്ന് പിന്നീട് വന്ന CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ സർക്കാരും ആ ഇടപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പം സാംസ്കാരിക നായകരടക്കം ഇടപെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഈ കേരള ഔദ്യോഗിക ഭാഷ ആക്ട് 1969 അനുസരിച്ച് സംസ്ഥാനത്ത് ഇംഗ്ലീഷും മലയാളം ഔദ്യോഗിക ഭാഷയായിരുന്നെങ്കിൽ നിലവിൽ ഇനി മലയാളം ഔദ്യോഗിക ഭാഷയായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാളം ഇനി നിർബന്ധമാക്കും. ഒപ്പം സർവകലാശാല പാഠ്യക്രമങ്ങളിൽ മലയാളം ഒരു പേപ്പറായി പരിഗണിക്കും. കോടതി ഭാഷ, സർക്കാർ ഉത്തരവുകൾ തുടങ്ങിയവ മലയാളത്തിലാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ ഗവർണർ ഈ ബില്ലിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി വൈകാതെ തന്നെ ഭരണഭാഷ മലയാളമാകും എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഉന്മേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.